കാഫിറാകും. അതെ, അങ്ങനെ നിങ്ങൾ പണ്ട് പറഞ്ഞിരിക്കണം. 950 ആളുണ്ട്. അത് സത്യം തന്നെയാണ്. അതിലുണ്ട്. അതെ, നമ്മൾ നോണയൊന്നും പറയില്ല, അത് സത്യമാണ്. അള്ളാഹ്ക്ക് അവയവമുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും. അള്ളാഹു തലക്ക് ജഡമുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും എന്ന് അൽമനാർ എഴുതി. എന്നിട്ട് മൂപ്പര് പറയാം, അപ്പൊ അന്ന് മുജാഹിദിന്റെ അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. ഇല്ല, ഇപ്പത്തെ അള്ളാഹ്ക്ക് ഉണ്ട്, അതാ പ്രശ്നം. അന്ന് മുജാഹിദ് അള്ളാഹ്ക്ക് ജഡമില്ല. അത് കഴിഞ്ഞ് 2007 ആയപ്പോൾ മുജാഹിദികൾ യോഗം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞേക്കണേ. അപ്പൊ എന്തായി? അന്ന് പറഞ്ഞു അവയുണ്ട് വിശ്വസിച്ചാൽ കാഫിർ. ഇപ്പൊ പറഞ്ഞതാ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അപ്പൊ നിങ്ങൾ കാഫിറായില്ലേ? ആയില്ലേന്നാ ഞങ്ങൾ ചോദിക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളെ ഐഡന്റിറ്റി കാർഡൊക്കെ ഒന്ന് വ്യക്താക്കി തരും, ഏതൊക്കെയാണ് കാഫിർ, ഏതൊക്കെയാണ് മുശ്രിക്ക് എന്നൊക്കെ. എന്നിട്ട് പോരെ ആരാന്റെ നെഞ്ചത്തേക്ക് കയറലേ. അള്ളാഹ്ക്ക് അവയുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു, അത് കാണിച്ചാൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. LCD കൂടെ കുനുകുനേനെ വരൂലേ. മൂപ്പരിപ്പ് എന്താ നമ്മളോട് ചോദിച്ചത് അറിയോ? അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് ഞങ്ങൾ എവിടെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊരു മൗലവിനെ ഉടലോടെ കൊണ്ടുവരികയാണ്. മുജാഹിദിയൊക്കെ എന്താ ഈ ദേഷ്യം എന്ന് നിങ്ങൾ LCD എന്ന് കാണുമ്പോൾ ഇതാണ് ദേഷ്യം. മൗലവിമാരെന്നോണം നമ്മൾ ഉരുട്ടിയാണ് അണ്ണാക്ക് തള്ളിക്കൊടുക്കും. നിങ്ങളൊക്കെ ഇഞ്ഞൊരു മൗലവി പറയാണ് അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കണ്. കുത്തുക്കളെ, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദികൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അത് സത്യമാണ് ഞാൻ മൂപ്പര് പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതാണ്, അതല്ലേ നമ്മൾ പറഞ്ഞേ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പണ്ട് നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി. നിങ്ങളെ പണ്ടത്തെ പടച്ചോന് അവയവമില്ല, പിന്നത്തെ പടച്ചോന് അവയവമുണ്ട്, ഇങ്ങത്തെ പടച്ചോൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ യോഗം കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഞങ്ങളെ പടച്ചോൻ അങ്ങനെയല്ല. ഇങ്ങനെ എത്ര ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസ